രാവിലെ ഞാൻ ഉറക്കം എണീറ്റ് വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റിരുന്ന കാര്യമൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. ഇവിടെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഡൽഹിയും ജയ്പൂരും UP ഒക്കെ പോലുള്ള തണുപ്പില്ലെങ്കിലും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും രാവിലെ എണീറ്റിരുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ലേറ്റായി, 7 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എണീറ്റ് വന്നത് കേട്ടോ. അപ്പോഴേക്കും പതിയെ അതേ വേദക്കുട്ടി എണീറ്റ് വന്നു. വേദക്കുട്ടി നമ്മുടെ അവിടെ ആണെങ്കിൽ ഒരു 10-11 മണി വരെയൊക്കെ കിടന്നുറങ്ങുന്ന ആളാണ്. ഇവിടെ ആയതുകൊണ്ട് അവൻ രാവിലെ എണീറ്റു. എല്ലാവരൊക്കെ ഉള്ളപ്പോൾ അതൊരു സന്തോഷമല്ലേ, കാര്യമൊക്കെ പറഞ്ഞ് എത്ര പറഞ്ഞാലും തീരാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവൻ വേദയും രാവിലെ എണീറ്റായിരുന്നു. അങ്ങനെ കുറേ സമയം കാര്യമെല്ലാം പറഞ്ഞ് ഇരുന്നിട്ട് എല്ലാവരും അവരവരുടെ വഴിക്ക് എണീറ്റു. അപ്പോൾ പ്രകാശ് ചേട്ടൻ ഇന്ന് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ രാവിലെ തന്നെ റെഡിയായി ജോലിക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. നമ്മളും പ്രകാശ് ചേട്ടൻ്റെ പിറകെ ഇറങ്ങി, ഞാനും അമ്മയും ചേച്ചിയും വേദയും കൂടിയിട്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണിത്. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ബീഫും ചേച്ചിക്കൊന്നും ബീഫ് കഴിക്കാൻ പറ്റത്തില്ല, അലർജി ആട്ടോ, ചൊറിച്ചിലൊക്കെ വരും. അതുകൊണ്ട് ചേച്ചിക്ക് ഈ റെഡ് മീറ്റ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ ബീഫും ചിക്കനും ഒക്കെ വാങ്ങാൻ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇത് ഈ കുഞ്ഞ് തട്ടുകടയിൽ നല്ല വെള്ളയപ്പം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളയപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് ആ കട ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. എന്നിട്ട് ബീഫ് വാങ്ങിക്കാൻ പോയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഓമന അമ്മയുടെ കട കണ്ടായിരുന്നു. അത് മുന്നേ ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളൊരു കടയാണ്. അവിടെ 3 രൂപ എന്തോ ഉള്ളൂ ദോശയ്ക്ക്. അതോടൊപ്പം കപ്പയും ബീഫും 70 രൂപ, കപ്പയും നാടൻ കോഴിക്കറിയും അത് എത്ര രൂപയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നല്ല റേറ്റ് കുറവിൽ, നല്ല ക്വാണ്ടിറ്റിയിൽ, നല്ല ക്വാളിറ്റിയിൽ, നല്ല ടേസ്റ്റി ആയിട്ട് കൊടുക്കുന്ന ഒരു കടയാണ് ഈ ഓമനാമ്മയുടെ കടയിൽ നിന്ന്. ഞാൻ ഒരു റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുന്ന് ദോശയൊക്കെ ചേട്ടനും ചേച്ചിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് കരുതി. വെള്ളയപ്പം കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ആ കട അടച്ചിട്ടുള്ളത് കൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ദോശയും ചമ്മന്തിയൊക്കെ പറഞ്ഞു. വടകളൊന്നും ആയിട്ടില്ല, ഓംലെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ സിംഗിൾ ഓംലെറ്റും പറഞ്ഞായിരുന്നു. ബീഫൊന്നും നമുക്ക് രാവിലെ വേണ്ട, അതെല്ലാം നമ്മൾ വാങ്ങാനായിട്ടാണ് വന്നത്, നമുക്ക് വീട്ടിൽ വയ്ക്കാനായിട്ട് വാങ്ങാനായിട്ടാണ് വന്നത്. അതുകൊണ്ട് ബീഫൊന്നും ആദ്യമേ വേണ്ടാന്ന് പറഞ്ഞു. അതുപോലെ ബീഫ് റെഡി ആകുമ്പോൾ ഒരു 9-10 മണിയാവും. 9-10 മണി തൊട്ട് വൈകുന്നേരം 5-6 മണി വരെ ഇത് കഴിയുന്നത് വരെ ഈ ബീഫും നാടൻ കോഴിക്കറി ഉണ്ടാവും എന്നാണ് ഈ ചേട്ടൻ പറഞ്ഞത്. ദോശ കുഞ്ഞു ദോശയാണ്, നല്ല ചമ്മന്തി കുഴിച്ച് തരുന്നുണ്ട്. ഞാൻ കഴിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവിടെ നിന്ന് വന്ന ശേഷം വയറ് ഇതുവരെയും സുഖമായിട്ടില്ല, ഫുൾ ഗ്യാസ് കയറിയിരിക്കുന്ന ഒരു ഫീൽ. അതുകൊണ്ട് രാവിലെ ഒന്നും കഴിക്കണമെന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒരു കട്ടൻ ചായ മാത്രം പറഞ്ഞു. അവർ 3 നേരം ദോശയെല്ലാം വാങ്ങി ഓരോ സിംഗിൾ ഓംലെറ്റും പറഞ്ഞായിരുന്നു. സിംഗിൾ ഓംലെറ്റാണ് പറഞ്ഞത്, പക്ഷേ ആ ചേട്ടൻ കേട്ടത് ഡബിൾ എന്നാണ്. അങ്ങനെ എല്ലാവർക്കും ഓരോ ഡബിൾ ഓംലെറ്റാണ് കിട്ടിയത്. ഈ ചേട്ടൻ അവരുടെ മകനാണ്. ഈ ചേട്ടൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രീ ആയിട്ട് നിന്നപ്പോൾ അച്ഛനെ അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മുടെ ഓമന അമ്മ ബീഫെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബീഫും നാടൻ കോഴിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു 8 മണി സമയത്തൊക്കെയാണ് ചെന്നത്. അപ്പോൾ ഒരു 9-9 ആകുമ്പോൾ ഇത് കഴിക്കാനായിട്ട് ആൾക്കാർ വരും. അപ്പോൾ അവർക്ക് കൊടുക്കണം. അടുപ്പത്ത് കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇത് കഴിക്കാനായിട്ടല്ല വന്നത്, വെറുതെ ദോശയും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാനാണ് വന്നത്, നോൺ വെജ് കഴിക്കാനായിട്ടല്ല വന്നത്. അപ്പോൾ കണ്ടപ്പോൾ രസം തോന്നി. ഇങ്ങനെ ഓമനാമയുടെ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. ഇപ്പോഴൊക്കെ എവിടെ കിട്ടും 2 രൂപയ്ക്കൊക്കെ ദോശ? 2 രൂപയാണോ 3 രൂപയാണോ എന്നറിയത്തില്ല. കുഞ്ഞു ദോശയായിരുന്നു, എങ്കിലും ദോശയും കൊള്ളായിരുന്നു, ചമ്മന്തിയും കൊള്ളായിരുന്നു. ഓംലെറ്റും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി തന്നെ. കട്ടൻ ചായ നല്ല കട്ടൻ ചായ ആയിരുന്നു. അപ്പോൾ ഓമനാമയുടെ ഈ കപ്പയും ബീഫ് കറിയും നാടൻ കോഴിക്കറിയും കപ്പയൊക്കെ ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കപ്പയാണെങ്കിൽ നല്ല വെന്തുടങ്ങിയ കപ്പയായിട്ട് ഇവിടെ കൊടുക്കുന്നത്. ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അടുപ്പത്ത് വേവിക്കാൻ ഇട്ടിരിക്കുന്നതും അതുപോലെ കണ്ടിട്ട് നമുക്ക് തോന്നി. വേറെ സ്റ്റാഫുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഈ അച്ഛനും അമ്മയും കൂടി തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അമ്മ വെക്കുന്ന ഒരു ടേസ്റ്റൊക്കെ ആകുമ്പോൾ ഒരു നാടൻ ടേസ്റ്റിൽ നമുക്ക് കറി കിട്ടുമായിരിക്കും. വേറെ ആരുമല്ലല്ലോ, അമ്മ തന്നെയല്ലേ വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ കള്ളിക്കാട് അമ്മയൊക്കെ വയ്ക്കുന്നത് തന്നെ ഭയങ്കര ടേസ്റ്റ് അല്ലേ, പഴയ ആ ഒരു രീതിയിലൊക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എന്തായാലും എനിക്ക് തോന്നുന്നു ഈ അമ്മ വയ്ക്കുമ്പോഴുണ്ടാവും. വേറെ സ്റ്റാഫുകൾ ആരും തന്നെ ഇല്ല, അവർ തന്നെ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ വെക്കുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് ആ കറിക്ക് ഉണ്ടാവും എന്ന് തോന്നുന്നു. എപ്പോഴെങ്കിലും ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യണം. എനിക്ക് ബീഫിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം കോഴിയൊക്കെയാണ്. അപ്പോൾ നാടൻ കോഴിക്കറി ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്. ഇപ്പോൾ തൽക്കാലം വേണ്ട, എന്തായാലും അടുത്ത പ്രാവശ്യം എന്തായാലും ഉറപ്പായിട്ടും ടേസ്റ്റ് ചെയ്യും. ഇവർ ബീഫും കോഴിയൊക്കെ വാങ്ങുന്നത് കാട്ടാക്കടയിൽ നിന്നാണ്. നല്ല ഇറച്ചി നോക്കിയിട്ടാണ് വാങ്ങുന്നത്, നല്ല ഒറിജിനൽ നാടൻ കോഴിയെ വാങ്ങത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ബീഫും എവിടെ നല്ല കിട്ടുമെന്നൊക്കെ ചോദിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കാട്ടാക്കടയിൽ നിന്നാണ് വാങ്ങുന്നത്, ഒറിജിനൽ നാടൻ കോഴിയും കാട്ടാക്കടയിൽ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഓംലെറ്റ് വന്നത്. സിംഗിൾ പറഞ്ഞപ്പോൾ ഡബിൾ വന്നു. അങ്ങനെ എല്ലാവരും വായ തുറന്നിരിക്കുകയാണ്. കാരണം ദോശ കഴിച്ച് വയറ് ഫുള്ളായി, ഇനി ഡബിൾ ഓംലെറ്റ് കൂടെ കഴിക്കാനുള്ള വയറില്ല. പിന്നെ കൊണ്ടുവന്നതല്ലേ, എന്തായാലും കഴിക്കാമെന്ന് കരുതി. അങ്ങനെ എല്ലാവരും ഒരു ഓംലെറ്റൊക്കെ കഴിക്കുകയാണ്. എനിക്ക് ഒട്ടും തന്നെ വേണമെന്നില്ല, അല്ലെങ്കിൽ ഞാനൊന്ന് സഹായിച്ചാൽ. അപ്പോൾ വേദയ്ക്കുള്ള ഓംലെറ്റ് എന്തായാലും വേദ കഴിക്കാത്ത ആളാണ്. എല്ലാവരും കൂടി ഇരുന്നപ്പോഴാണ് വേദ ഓംലെറ്റ് പറഞ്ഞത്. അതുകൊണ്ട് അതിൻ്റെ പകുതി ഏട്ടൻ ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. ഏട്ടൻ കഴിച്ചില്ല കേട്ടോ. ഏട്ടൻ വീട് ചെന്നിട്ട് ദോശയും ചമ്മന്തിയും കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇവിടെ നിന്ന് കഴിച്ചില്ല. കഴിഞ്ഞ
തുടങ്ങിയോ, കുറേ ദിവസമായിട്ട് കടകളിൽ നിന്നല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാവാം വീട്ടിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ദോശ കഴിച്ചില്ല. അമ്മയും ചേച്ചിയും വേദയും കൂടെയാണ് കഴിച്ചത്. അമ്മയൊക്കെ പിന്നെ അതുപോലെ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമല്ലേ കഴിക്കത്തുള്ളൂ. അമ്മയ്ക്ക് ദോശ ഇഷ്ടമാണ്, ദോശയും ഉഴുന്നുവടയും ഭയങ്കര ഇഷ്ടമാണ്. ചമ്മന്തിയോ സാമ്പാറോ സുഖം, വേറെ ഒന്നും അമ്മയ്ക്ക് വേണമെന്നില്ല, 3 നേരം അത് കിട്ടിയാലും സന്തോഷമാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് പതിയെ ഇറങ്ങി. അപ്പോൾ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുക കേട്ടോ, കഴിക്കാനൊക്കെ കുറച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാവാം വലിയ തിരക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വടയൊന്നും ഉണ്ടാക്കാത്തത്, അല്ലെങ്കിൽ പരിപ്പുവട ഉണ്ടാവും, രസവടയ്ക്ക് വേണ്ടിയിട്ട് പരിപ്പുവട ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. ശരി, ചേട്ടനോട് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച ശേഷം നമ്മൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇറച്ചി വെട്ടുന്ന കടയുണ്ടായിരുന്നു, ബീഫ് വെട്ടുന്ന കട. അവിടുത്തെ ഒരു പട്ടിക്കുട്ട് അങ്ങനെ നോക്കിയിരിക്കുകയാണ്, വല്ല വേസ്റ്റൊക്കെ കിട്ടുമെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് 1 കിലോ ബീഫ് വാങ്ങി. ഏട്ടനും പ്രകാശ് ഏട്ടനും മാത്രം മതി, പിന്നെ ഞാനും കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്യും കേട്ടോ, വേറെ ആരും ബീഫ് കഴിക്കത്തില്ല. ചേച്ചിക്ക് ഞാൻ പറഞ്ഞില്ല റെഡ് മീറ്റ് കഴിക്കുമ്പോൾ അലർജിയാണ്. ഇപ്പോൾ ഏട്ടനും ചെറിയൊരു അലർജി ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളന്ന് ഡൽഹി പോയപ്പോൾ നമ്മുടെ കരീംസ് അവിടെ ഹോട്ടലിൽ കയറിയിട്ട് കഴിച്ചിട്ട് ഏട്ടന് ചെറിയൊരു ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സലീം ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ടാണ് ടാബ്ലറ്റെല്ലാം എടുത്തു. അപ്പോൾ മട്ടൻ്റെ ആണോ എന്ന് അറിയത്തില്ല, ഏതോ ഫുഡിൻ്റെ അലർജി ആവാമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം നമുക്ക് തോന്നുന്നു മട്ടൻ്റെ ആണെന്ന്, എങ്കിലായിരുന്നു ഇനി മുതൽ കഴിക്കാൻ പറ്റത്തില്ല, ബീഫും മട്ടനും ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോഴേക്കും അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കപ്പ ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വാങ്ങുന്ന കപ്പ ഒന്നും വേവുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്നവർ പറഞ്ഞു നല്ല കപ്പയാണ്, വാങ്ങിക്കോളൂ, ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്കിളിനോട് വന്ന് കപ്പ പറയുകയാണ്, ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വേവോന്ന് ചോദിച്ചപ്പോൾ ആ വേവ്. ഞാൻ പറഞ്ഞു എല്ലാവരും വേവോന്ന് പറഞ്ഞ് എന്നെ തരുന്നത്, വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോൾ വേവത്തില്ല, ഇല്ല ഇത് നന്നായിട്ട് വേവോന്ന് പറഞ്ഞിട്ട് ആ കപ്പ തരുകയാണ്. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നല്ല കപ്പയായിരുന്നു, നല്ല വെന്ത് കുഴഞ്ഞു വന്നു കേട്ടോ. എനിക്കൊക്കെ ഇഷ്ടം അങ്ങനെയാണ്. ഏട്ടനും ദീപ ചേച്ചിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വേറെ വേറെ മരിച്ചിനെ ഇരിക്കണം, എനിക്കെല്ലാം കൂടി വെന്ത് കുഴഞ്ഞ്, എനിക്കും പ്രകാശേട്ടനൊക്കെ അങ്ങനെ ഇരിക്കണം. ഓരോരുത്തർക്കും ഓരോ രീതി. ഒരു വീട്ടിൽ തന്നെ പല ടേസ്റ്റിൽ കഴിയുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ ബീഫെല്ലാം വാങ്ങിയിട്ട് അടുത്ത് നമ്മൾ കോഴിക്ക് ഇങ്ങനെ അന്വേഷിച്ചിട്ട് നടക്കുകയാണ്. അങ്ങനെ കള്ളിക്കാട് മാർക്കറ്റിൽ വന്നപ്പോൾ അവിടെ ഉണ്ട് കോഴി, പക്ഷേ ഒറിജിനൽ നാടനല്ല എന്ന് പറഞ്ഞു, പിന്നെ വാങ്ങിയില്ല. അപ്പോൾ തിരിച്ച് വന്നപ്പോഴേക്കും അവിടെ പോകുന്ന വഴിക്ക് അവിടെ മീനിരിപ്പുണ്ട്, വാളയും മുള്ളുവാളയൊക്കെ ഇരിപ്പുണ്ട്. വാള അത്ര ഫ്രഷായിട്ട് തോന്നിയില്ല, മുള്ളുവാള കണ്ടപ്പോൾ വാങ്ങാമെന്ന് കരുതി. നമുക്കല്ല, അമ്മയ്ക്ക് മുള്ളുവാളയുടെയും വാളയുടെയൊക്കെ ആളായതുകൊണ്ട് അമ്മയ്ക്കൊരു മുള്ളുവാള വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കൊരു മുള്ളുവാള വാങ്ങി, കോഴി വാങ്ങിച്ചില്ല. അപ്പോഴേ അങ്ങനെ ഇരുന്നപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞു, എങ്കിൽ ശ്രീകുട്ടിയുടെ അച്ഛനും അമ്മയും കൂടെ വിളിക്ക്, നമുക്ക് എല്ലാവർക്കും കൂടെ കൂടാം, ഇന്നിപ്പോൾ സൺഡേ അല്ലേ, എല്ലാവരും ഇല്ലേ, അവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ചീമയൊക്കെ വിളിക്കാൻ പറഞ്ഞു, ചീമയ്ക്ക് എക്സാമാണ് 12th, അതുകൊണ്ട് ചീമ വരുന്നില്ല എന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും ഒക്കെ വിളിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞു. അച്ഛൻ ആദ്യം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മടിച്ച് നിന്നു. പിന്നെ കള്ളിക്കാട് അമ്മ വിളിച്ചു, വരൂ നമുക്ക് ഒരു ദിവസം കൂടാന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അച്ഛനും ഇറങ്ങി. അങ്ങനെ ഞാനും ഏട്ടനും കൂടി അച്ഛനും അമ്മയും വിളിക്കാനായിട്ട് വന്നപ്പോഴേക്കും സച്ചുവിൻ്റെ അച്ഛനും മീനാക്ഷിയുടെ അച്ഛനും സച്ചുവിൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ അച്ഛനും കൂടി അടുത്തവിടെ ഒരു മരണത്തിനല്ല അതിൻ്റെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ കയറിയിട്ടാണ് പോയത്. പിന്നെ അവരും വന്ന് അവർക്ക് ഓരോ ചായ എല്ലാം ഇട്ട് കൊടുത്ത ശേഷമാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. നെട്ടയത്ത് നിന്ന് ഇറങ്ങി നേരെ കള്ളിക്കാട് വീട്ടിലേക്ക് പോവുകയാണ്. ശരവണൻ നല്ല വലിയ സ്മാർട്ടായിട്ടോ, നല്ല വലിയ കുട്ടിയായി. നിങ്ങൾ വലിയ കുട്ടിയായ ശേഷം കണ്ടോ, നല്ല സ്മാർട്ടായിട്ടുണ്ട് കേട്ടോ ശരവണൻ. അങ്ങനെ ശരവണൻ നമ്മളോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മളിതേ കാട്ടാക്കട വന്ന് വീണ്ടും കോഴിയിറച്ചി വാങ്ങിയില്ലല്ലോ, അങ്ങനെ ചിക്കൻ വാങ്ങാനായിട്ട് നടക്കുകയാണ്. ബ്രോയിലർ അല്ല, നാടൻ കോഴി വാങ്ങാനായിട്ടാണ് ഇങ്ങനെ അന്വേഷിച്ച് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ഇല്ല. അതിൻ്റെ തൊട്ടടുത്തൊരു കടയിൽ വന്നപ്പോൾ അവിടെയും ഒറിജിനലില്ല, നമ്മുടെ കള്ളിക്കാട് ചോദിച്ച പോലത്തെ ചിക്കൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇനി അന്വേഷിച്ച് നടന്നാലും കിട്ടത്തില്ല എന്ന് കരുതിയിട്ട് നമ്മൾ പറഞ്ഞു, എങ്കിൽ ശരി ആ ഒരു നാടൻ കോഴി തന്നെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കോഴിയെല്ലാം പറഞ്ഞ ശേഷം അച്ഛൻ ചെന്ന് അപ്പുറത്തെ കടയിൽ ചെന്ന് ഒരു പൂർത്തിച്ചക്കയും പഴവും ഓറഞ്ചും, ഇവിടെ പൂർത്തിച്ചക്കയും പഴവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കള്ളിക്കാട് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് പഴവും പൂർത്തിച്ചക്കയെല്ലാം വാങ്ങി. എന്നിട്ട് എൻ്റെ തൊട്ടടുത്ത കടയിൽ ചെന്നിട്ട് മുന്തിരിയും ഓറഞ്ചും ഒക്കെ വാങ്ങിയായിരുന്നു. എല്ലാം നല്ല ഫ്രഷ് ആയിട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് എല്ലാം. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയപ്പോൾ ഫ്രൂട്ട്സൊക്കെ കാണുന്നത് വളരെ കുറവായിരുന്നു. നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മുന്തിരി ഞാൻ കഴിച്ച് നോക്കിയിട്ടാണ് വാങ്ങിയത്, പച്ച മുന്തിരി ആട്ടോ വാങ്ങിയത്. നല്ല മുന്തിരിയായിരുന്നു, നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊരു കർപ്പൂരത്തിൻ്റെ ചവ പോലെ എന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. അത് അവിടെ വെച്ച് കഴിച്ചപ്പോൾ അത്രയും ശ്രദ്ധിച്ചില്ല. വീട്ടിൽ ചെന്ന് ഇങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കർപ്പൂരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛൻ വാങ്ങിച്ച പൈനാപ്പിൾ നല്ല മധുരമായിരുന്നു കേട്ടോ. അതെല്ലാം അപ്പം തന്നെ കട്ട് ചെയ്ത് കഴിച്ചു. അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി നേരെ നമ്മൾ കള്ളിക്കാട് വീട്ടിലേക്ക് പോവുകയാണ്. ചിക്കനും വാങ്ങി, ഇനി വേറെ ഒന്നും വാങ്ങാനായിട്ടില്ല. അപ്പോൾ ഇനി ചിക്കൻ നമ്മൾ കൊണ്ട് ചെന്നാലേ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പെട്ടെന്ന് ചിക്കനെല്ലാം വാങ്ങി നേരെ നമ്മൾ കള്ളിക്കാട് വീട്ടിൽ ചെന്ന പാടെ വേദയും അച്ഛനും കൂടെ കെട്ടിപ്പിടുത്തവും ബഹളവും, ഭയങ്കര സ്നേഹപ്രകടനം കേട്ടോ. നമ്മളെത്തിയപ്പോഴേക്കും കപ്പയൊക്കെ റെഡിയായി. കപ്പ നല്ല വെന്ത് കുഴഞ്ഞ് പായസം പോലെ ആയിട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് പകുതി സമാധാനമായി. ബീഫും ഫുൾ റെഡി ആയിട്ടുണ്ട്. അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ പറഞ്ഞു ശ്രീകുട്ടി ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉപ്പുണ്ടോ നോക്കുകയാണ്. ഉപ്പുണ്ടോ നോക്കിയപ്പോൾ
സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ചൊറിച്ചിലും പിടിച്ചിലും ഒന്നുമില്ല കേട്ടോ, എന്തും കഴിക്കും. ഇങ്ങോട്ട് കഴിക്കാത്ത എന്ത് സാധനത്തെയും ഞാൻ കഴിക്കും. മുന്നേ പ്യോർ വെജൊക്കെ ആയിരുന്ന ഞാനാണ് ഇപ്പോൾ എന്ത് സാധനം കിട്ടിയാലും കഴിക്കും. ഞാനിപ്പോൾ എൻ്റെ പോളിസി അങ്ങനെയാണ്. നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം ദൈവം സഹായിച്ച് 3 നേരം നല്ല രീതിയിൽ തരുന്നുണ്ട്. അപ്പോൾ ആ കിട്ടുന്ന സാധനത്തിന് നമ്മൾ വേണ്ടാന്ന് പറയരുത്, മാക്സിമം അത് കഴിക്കുക, അത്ര തന്നെ. മുന്നേ ഞാൻ ബീഫൊന്നും തൊടത്തേ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇപ്പോഴാണ് ബീഫൊക്കെ കഴിച്ചു തുടങ്ങിയത്. എന്തായാലും ബീഫും കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനാണ് നമ്മൾ വയ്ക്കാനായിട്ടുള്ളത്. അത് നമ്മൾ വരാൻ ലേറ്റ് ആയതുകൊണ്ടാണ്. ഈ തച്ചോട്ടാവിൽ നല്ല ചിക്കൻ കിട്ടുക കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞ് വന്നതാണ്, പക്ഷേ നമ്മൾ അതുവഴിയല്ല വന്നത്, അതുകൊണ്ടാണ് കാട്ടാക്കടയിൽ നിന്ന് വാങ്ങേണ്ടി വന്നത്. 2 കോഴി വാങ്ങി, എന്നിട്ടും ഇത്ര ക്വാണ്ടിറ്റി ഉള്ളൂ. നാടൻ കോഴി അത്രേ ഉണ്ടാവത്തുള്ളൂ. ഇത് ഈ മുട്ട ഇടുന്ന ടൈപ്പ് കോഴി കേട്ടോ, മുട്ടയ്ക്ക് വേണ്ടി മാത്രം വളർത്തുന്ന കോഴിയില്ലേ, അതുകൊണ്ടാണ് അത് ഒറിജിനൽ നാടനല്ല എന്ന് പറഞ്ഞത്. കൂടുതലും എല്ലായിരിക്കും ഉണ്ടാവുക, അതിൽ ഫ്ലഷ് കുറച്ച് കുറവായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ ബ്രോയിലർ ചിക്കൻ കഴിക്കുന്നതിനെക്കാട്ടിയൊക്കെ നല്ലതായിട്ട് കഴിക്കാം. എനിക്കെന്തോ പെട്ടെന്ന് ഇങ്ങനെ ചിക്കൻ കഴിക്കാനായിട്ട് ഭയങ്കര കൊതിയായി, നാടൻ കോഴിക്കറി വെച്ച് കഴിക്കാനായിട്ട് കൊതിയായി. പിന്നെ ചേച്ചിയൊന്നും കഴിക്കത്തില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ചേച്ചിക്കും ഞാനും ബീഫും ഒക്കെ കഴിക്കും, എല്ലാവർക്കും കൂടിയായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ബീഫ് ആയ സ്ഥിതിക്ക് ഞാൻ കരുതി ചപ്പാത്തി ചുട്ട് കഴിക്കാം. ദോശ ചുടാമെന്ന് കരുതിയപ്പോൾ ചപ്പാത്തി ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കരുതി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചില്ലല്ലോ, ഒരു ചപ്പാത്തി ചുട്ട് ആ ബീഫും കൂട്ടി കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ അപ്പോഴേക്കും ചട്ടിയെല്ലാം അടുപ്പത്ത് വെച്ചു, അതിലേക്ക് നമ്മുടെ ചിക്കൻ വയ്ക്കാനായിട്ട് ചട്ടിയെല്ലാം അടുപ്പത്ത് വെച്ചു. വേറെ കറികളെന്ന് പറയുന്നത് പൊട്ടാറ്റോ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പിന്നെ തൈരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആർക്കും വലിയ നിർബന്ധമില്ല. അച്ഛൻ രാവിലെ ഒരു കല്യാണത്തിന് പോയേ, ഇവിടെ ഏട്ടൻ്റെ അച്ഛൻ. അപ്പോൾ കല്യാണത്തിന് പോയിട്ട് കഴിച്ചിട്ട് വരുമല്ലോ, അതുകൊണ്ട് പിന്നെ അച്ഛന് കരുതി പ്രത്യേകം ഒന്നും ഉണ്ടാക്കിയില്ല. കപ്പയും ഈ ചിക്കനും ഒക്കെ ഉള്ളതുകൊണ്ട്, ചിക്കനും ബീഫും ഒക്കെ ഉള്ളതുകൊണ്ട് വേറെ കറികളൊന്നും അധികം വച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇവിടെ അച്ചാറുകൾക്ക് ഒരു ക്ഷാമമില്ല കേട്ടോ, പലതരത്തിലുള്ള അച്ചാറുകളാണ്. നെല്ലിക്ക, പുളിഞ്ചിക്ക, നാരങ്ങ, മാങ്ങ എല്ലാം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആവശ്യാനുസരണം കഴിക്കാം. അങ്ങനെ നിന്നപ്പോഴേക്കും പ്രകാശേട്ടൻ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടനും വന്നു. ചേട്ടൻ വന്നപ്പോഴേക്കും ഞാനിവിടെ ബീഫും ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ജസ്റ്റ് പോയിട്ട് പെട്ടെന്ന് തന്നെ വന്നായിരുന്നു, ഒരുപാട് ലേറ്റ് ആയിരുന്നില്ല. നമ്മളെല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ അധികം സമയമൊന്നും നിൽക്കാണ്ട് ചേട്ടൻ പെട്ടെന്ന് തന്നെ വന്നു. ബീഫ് കഴിച്ചപ്പോൾ നല്ല കിട്ടില്ല ടേസ്റ്റ് കേട്ടോ. ചേച്ചി അടിപൊളി, ചേച്ചിയാണ് വെച്ചതെന്ന് തോന്നുന്നു, നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. കഴിച്ചില്ലെങ്കിലും വയ്ക്കുന്ന കാര്യത്തിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചേട്ടൻ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്ത് ചപ്പാത്തി കഴിക്കുന്നത്? ഞാൻ പറഞ്ഞു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അതുകൊണ്ടാണ് ചപ്പാത്തി കഴിക്കുന്നത് എന്ന് പറഞ്ഞ് ചപ്പാത്തിയൊക്കെ കഴിച്ചു. ഞാൻ 2 ചപ്പാത്തിയുടെ ചുട്ട് വച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. എനിക്ക് ഈ ചിക്കനും ബീഫും ഒക്കെ ഉണ്ടെങ്കിൽ ചോറും കപ്പയൊന്നും അത്ര ഇഷ്ടമല്ല കേട്ടോ, ചപ്പാത്തിയോ പുട്ടോ ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ കഴിക്കും എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഇറച്ചിയിലൂടെ ചോറും കപ്പയും ഭയങ്കര കോമ്പിനേഷനായിട്ട് എനിക്കിഷ്ടമല്ല. എനിക്ക് മീൻകറി ഉണ്ടെങ്കിൽ കപ്പയും ചോറും മസ്റ്റാണ്. ഇതിപ്പോൾ ചപ്പാത്തിയോ പുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ, ഗോതമ്പ് പുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ എനിക്ക് ഉച്ചത്തേക്ക് വേണ്ടി 2 ചപ്പാത്തിയുടെ ചുട്ട് വെച്ചായിരുന്നു. നമ്മുടെ ചിക്കൻ അടുപ്പത്ത് വച്ചതേ ഉള്ളൂ, കിടന്നില്ല, വച്ചതേ ഉള്ളൂ. എല്ലാം കഴുകി വൃത്തിയാക്കി അതിന് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ചിക്കൻ വയ്ക്കുന്ന ബീഫൊക്കെ വയ്ക്കുന്ന വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഞാനങ്ങ് നെട്ടയത്ത് അച്ഛനും അമ്മയെ വിളിക്കാൻ പോയതുകൊണ്ട് അതെടുക്കാൻ പറ്റിയില്ല. അതിന് വേറൊരു ദിവസം നമുക്ക് പുറത്ത് അടുപ്പെല്ലാം കൂട്ടി വെച്ചിട്ട് ചെയ്യാമേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേദയും എൻ്റെ അച്ഛനെ കണ്ടപാടെ പിന്നെ അച്ഛൻ്റെ കൂടെ തന്നെ കേട്ടോ, അതെടുക്കുന്നു ഇതെടുക്കുന്നു കൊണ്ടുപോകുന്നു കാണിക്കുന്നു, ഭയങ്കര ഇത്. ആക്ച്വലി വേദ വാങ്ങിയ താജ്മഹലാണ്, അതുകൊണ്ടൊന്ന് അമ്മയ്ക്ക് കൊടുക്കുക കേട്ടോ. മമ്മി എടുത്തോന്ന് പറഞ്ഞിട്ട് മമ്മിക്ക് കൊണ്ടുവന്ന് വേദ കൊടുക്കുകയാണ്. അപ്പോഴേക്കും അച്ഛനും അവിടെ വന്നു, പുറത്തൊക്കെ ഇരുന്ന് കുറേ സമയം അവിടെയൊക്കെ. അച്ഛൻ ഇവിടെയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ, നല്ല നാട്ടു പ്രദേശവും നമ്മൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വളർന്നതുകൊണ്ട് ഇവിടെയൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യും. ബാക്ക് ടു പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പോവും. അപ്പോൾ അച്ഛനിവിടെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതാ ഞാൻ പറഞ്ഞ മുന്തിരി നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ ഒരു കർപ്പൂരത്തിൻ്റെ ടേസ്റ്റ് പോലെ. അങ്ങനെ വീണ്ടും നന്നായിട്ട് മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ഇട്ട് കുറേ സമയം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. അതെന്തുകൊണ്ട് ആ ഒരു ടേസ്റ്റ് ഒന്നും അറിയത്തില്ല, അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു ഭസ്മത്തിൻ്റെയോ കർപ്പൂരത്തിൻ്റെയോ എന്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് അത്രയും തോന്നിയില്ല, അല്ലാതെ കുറേ എടുത്ത് കഴിച്ചപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഇറച്ചിയെല്ലാം അടുപ്പത്തൊക്കെ ഇട്ടു. അപ്പോഴേക്കും നമ്മുടെ അനിലേട്ടൻ, ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലേ, അനിലേട്ടൻ പതിയെ വരികയാണ്. സൺഡേ ആയതുകൊണ്ട് ആർക്കും ജോലിക്കൊന്നും പോകണ്ട, അതുകൊണ്ട് ചേട്ടനും പതിയെ ഇങ്ങനെ വരികയാണ്. എല്ലാവരെയൊക്കെ കണ്ടപ്പോൾ സന്തോഷം തോന്നി, ഇങ്ങനെ വരികയാണ്. ചേട്ടൻ പതിയെ നടന്നങ്ങ് ബാക്ക് സൈഡിലേക്ക് വന്നു. ബാക്ക് സൈഡിൽ വന്നപ്പോൾ കാണാൻ എൻ്റെ അച്ഛന് മുറുക്കാൻ ഭയങ്കര കൊതി. ഇവിടെ ഏട്ടൻ്റെ അച്ഛൻ എപ്പോഴും വായിൽ മുറുക്കാനുണ്ടാവും, അവിടെ സ്റ്റോക്കാണ്. അത് കണ്ടപ്പോൾ എൻ്റെ അച്ഛനൊരു കൊതി കേട്ടോ. അങ്ങനെ അതേ വെറ്റയും പാക്കൊക്കെ എടുത്തിട്ട് മുറുക്കാണ്. ഞാൻ പറഞ്ഞു ഇവിടേക്കും കിറങ്ങി കിടക്കരുത്, കൊണ്ടുപോകാൻ പറ്റൂല എന്ന് പറഞ്ഞ്. അച്ഛൻ പറഞ്ഞു പിന്നെ ഞാൻ മുറുക്കിയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എടുത്ത് വെച്ച് വലിയ അമ്പ്രാക്കന്മാരെ പോലെയൊക്കെ ഇങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊക്കെ ഈ വെറ്റയുടെ ഈ സൈഡിനായി അറ്റമുള്ള സൈഡില്ല, അതിനെ പൊട്ടിച്ചിങ്ങനെ സൈഡിൽ നമ്മുടെ മുഖത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടി വെച്ച്, അതൊക്കെ പണ്ടത്തെ വലിയ തമ്പ്രാക്കന്മാരൊക്കെ ചെയ്യും പോലെയാണ് അച്ഛൻ ഇരുന്ന് വലിയ കാര്യമായിട്ടിരുന്ന് മുറുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അത് കണ്ടപ്പോൾ അനിലേട്ടനെ കൊതി.
അഖിലേട്ടൻ ദേ മുറുക്കാനായിട്ട് എടുക്കുകയാണ്. അച്ഛൻ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്ന് ഇവിടെ മുറുക്കാൻ വന്ന് നോക്കുമ്പോൾ മുറുക്കാനും കാണത്തില്ല, ഒന്നും കാണത്തില്ല. എല്ലാവരും കൂടെ തിന്ന് കഴിച്ച് അതിലൊന്നും ഉണ്ടാവത്തില്ല. അച്ഛൻ എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര കൊതി. അങ്ങനെ അച്ഛൻ എടുത്ത് വെച്ച് കഴിക്കുകയാണ്. അപ്പോൾ പ്രകാശേട്ടൻ ദേ പൈനാപ്പിൾ ചെത്തുകയാണ്. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ. പൈനാപ്പിൾ ചെത്തിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ കൂടെ ഇട്ടായിരുന്നു. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ പുളിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര മധുരം ഇട്ടാലും പുളിപ്പുണ്ടെങ്കിൽ അതിലറിയാൻ പറ്റുമല്ലോ. ഇത് പൊട്ടാറ്റോ മെഴുക്കുവരട്ടി വയ്ക്കാനായിട്ട് ഉണ്ടാക്കുകയാണ്. വേറെ കാര്യമായിട്ടൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട് ഞാൻ കരുതി അത് 2ആയിട്ട് ഇടാമെന്ന് കരുതി. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം. ഇന്നിപ്പോൾ ഇത്രയും മാത്രം ഇടാം. ബാക്കി വിശേഷം വൈകുന്നേരം ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നും 2 വീഡിയോ ഉണ്ട്. ഒരുപാട് ലെങ്ത് ആയതുകൊണ്ടാണ് 2ആയിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷം പുറകെ വരുന്നതാവും. ടാറ്റാ.